ഹായ്. ജിത്തു ജോസഫ് സംവിധാനത്തിൽ ആസിഫ് അലി, അപർണ ബാലമുരളി, പിന്നെ അതേപോലെ ദീപക്, ഹക്കിം ഷാജഹാൻ, ശരവൺ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിച്ച മിറാജ് എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഈ സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആദ്യം നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സാധനം തരുന്നു, അത് കഴിഞ്ഞൊരു ക്ലൈമാക്സ്, അത് കഴിഞ്ഞിട്ട് അടുത്തൊരു സാധനം തരുന്നു, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ക്ലൈമാക്സ് എന്ന് പറയാൻ പറ്റില്ല, ട്വിസ്റ്റ് ആണ് മൊത്തത്തിൽ. ഒരു ട്വിസ്റ്റ് കഴിയുമ്പോൾ അടുത്ത ട്വിസ്റ്റ്, ഒരു ട്വിസ്റ്റ് കഴിയുമ്പോൾ അടുത്ത ട്വിസ്റ്റ്, അങ്ങനെ ഒരു 3-4 ട്വിസ്റ്റ് നമ്മുടെ ജിത്തു ജോസഫ് ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാണ് ഇത്രയധികം ട്വിസ്റ്റ് കൊണ്ടുവന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് കഴിഞ്ഞ് നമ്മൾ ഇതാണ് അതിന്റെ കഥ, ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്ന സമയത്ത് കാണാം അടുത്തൊരു വേറൊരു സാധനം, അത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് വീണ്ടും വേറൊരു സാധനം, അങ്ങനെ ഒരു 3-4 ട്വിസ്റ്റ് സിനിമയിൽ കൊണ്ടിട്ടിട്ടുണ്ട് നമ്മുടെ ജിത്തു ജോസഫ്. അങ്ങനെ ഇത്രയും ട്വിസ്റ്റ് ഇടാൻ കാരണം എന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അത്രയും വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ പടം കുഴപ്പമില്ല, ഒരു വൺ ടൈം മൂവി ആയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവി മാത്രമായിട്ടാണ് എനിക്ക് മിറാജ് എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം ആസിഫ് അലി, അപർണ മുരളിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അതിന്റെ കഥയുടെ ഒരു പോക്കാണ് ശരിക്കും എനിക്ക് അധികം ഇഷ്ടപ്പെടാണ്ടിരുന്നത്. എന്നത്തെ ഒരു കഥയിലുള്ള പോലെ തന്നെ കൊണ്ടുവന്നിട്ട് പോരാത്തതിന് ഈ ട്വിസ്റ്റാണ് എനിക്ക് ബോറടിച്ചെന്ന് തോന്നുന്നത്. അത് പിന്നെ 2 മണിക്കൂർ അല്ലെ 2.5 മണിക്കൂർ സിനിമ ഉണ്ട്. എത്രയും പഠിച്ചു നേട്ടേണ്ട ഒരു ആവശ്യം സിനിമയ്ക്ക് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മാക്സിമം ഒരു 2 മണിക്കൂറിനുള്ളിൽ പടം അവസാനിപ്പിക്കുക, കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളൊന്ന് രസകരമായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഒന്നുകൂടി നല്ലൊരു പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് മിറാജ് എന്ന് പറയുന്ന സിനിമ. പിന്നെ അഭിനയിച്ചവരൊക്കെ നോർമലി ആസിഫ് അലിയും അപർണ മുരളിയും ഒരു കോംബോ നല്ല രസമാണ്. ഇതിന് മുന്നേ അഭിനയിച്ച പടങ്ങളൊക്കെ ആണെങ്കിലും നല്ല രസമായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇതില് നമ്മുടെ ഷാജഹാന്റെ ക്യാരക്ടർ ആണെങ്കിലും ഈ ആസിഫ് അലിയുടെ ക്യാരക്ടർ ആണെങ്കിലും നമ്മൾ വിചാരിക്കുന്ന ഒരു രീതിയിലൂടെ ഈ കഥ കൊണ്ടുപോകും. ആദ്യം ഫസ്റ്റ് ടൈം നമുക്കൊരു എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ട്വിസ്റ്റ് വരുമ്പോൾ മാത്രമാണ് ശരിക്കും ബോറടിക്കുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്, കാരണം നമ്മൾ ഇതായിരിക്കും കഥ എന്ന് പറഞ്ഞ് എന്താ പറയുക സമാധാനിച്ചിരിക്കുന്ന സമയത്ത് കാണാം ഒരു പോലീസ് ക്യാരക്ടറായിട്ടുള്ള ഒരു ആളുണ്ട്, അങ്ങേര് വേറൊരു സാധനം പറയുന്നത്, അതിലൂടെ അപർണ മുരളി വേറൊരു കഥ പറയുന്നത്, അങ്ങനെ ഒരു 5-6 കഥ, അതായത് ലാസ്റ്റിലത്തെ ഒരു 1/2 മണിക്കൂറിന്റെ ഉള്ളിൽ ഒരു 3 ട്വിസ്റ്റോ 4 ട്വിസ്റ്റിന്റെ അടുത്ത് അങ്ങനെ നടന്നു പോകുന്നുണ്ട്. എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിന്റെ കഥ വളരെ സിമ്പിളാണ്. അതായത് ഈ അപർണ മുരളിയുടെ ഒരു അനിയത്തിയാണോ ചേച്ചിയാണോ അറിയില്ല, ആ കൊച്ച് പീഡിക്കപ്പെടുന്നുണ്ട്. ആ പീഡിപ്പിക്കപ്പെടുന്നതിലുള്ള 2 വ്യക്തികളാണ് നമ്മുടെ ആസിഫ് അലിയും അതേപോലെ ഹക്കീം ഷാ. ഇവർ 2 പേരുമാണ് കൊച്ചിനെ പീഡിപ്പിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു റിവെഞ്ചും ആയിട്ടാണ് അപർണ ബാലമുരളി വരുന്നത്. പക്ഷെ ഈ കഥ പോകുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ ഷാജഹാൻ എന്ന് പറഞ്ഞ ക്യാരക്ടറുമായിട്ട് അപർണ മുരളി പ്രണയത്തിലാവുന്നു. പിന്നീട് ഒരു അപകടത്തിൽ ഷാജഹാൻ മരിക്കുന്നു. ആ മരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന കുറച്ച് പ്രോബ്ലംസും പിന്നെ ഒരു ഹാർഡ് ഡിസ്കിന്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് ആദ്യം മുന്നോട്ട് കഥ പോകുന്നത്. ഇവിടെ എന്നിട്ട് ഈ ഹാർഡ് ഡിസ്കും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ട്വിസ്റ്റ് ആണ് ഫസ്റ്റ് ടൈമിൽ വരുന്നത്. അതായത് ഈ ഷാജഹാൻ പറയുന്ന ക്യാരക്ടർ മരിച്ചിട്ടില്ല, കിരൺ എന്നാണ് ആ ഒരു ക്യാരക്ടറിന്റെ പേര്. അങ്ങേര് മരിച്ചിട്ടില്ല, അങ്ങേരാണ് ഇതിനെല്ലാം പിന്നിൽ നിൽക്കുന്നത്. ഇത് എന്തിനാണ് നിൽക്കുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഹാർഡ് ഡിസ്കും തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്നുള്ളതൊക്കെ ആദ്യം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അതൊക്കെ ആയി എന്ന് വിചാരിക്കുന്ന സമയത്ത് വേറൊരു ട്വിസ്റ്റ്, അതായത് നമ്മുടെ ഈ കിരണിനെ തല്ലിക്കുന്നത് നമ്മുടെ അപർണ ബാലമുരളിയാണ് എന്നുള്ളതും ആ ഒരു എന്താ പറയാ ഒരു ആക്സിഡന്റ് നടക്കുന്നുണ്ട്. അതായത് ഒരു ട്രെയിൻ വെള്ളത്തിലോട്ട് മറിഞ്ഞു വീണിട്ട് അവിടെ കുറെ ആൾക്കാർ മരിച്ചു പോകുന്നുണ്ട്. ആ ഒരു രീതിയിലോട്ട് ഇത് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് വിചാരിക്കുന്ന സമയത്ത് വീണ്ടും അടുത്തൊരു ട്വിസ്റ്റ്. അതായത് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് എന്ന് പറയുന്നതും, അതായത് അതുകൊണ്ടാണ് ഇവനെ കൊല്ലാൻ വേണ്ടി തയ്യാറെടുക്കുന്നതും എന്നുള്ള രീതിയിലൂടെ ഒരു കഥ പോകുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ ആസിഫ് അലി ആണ് ഇതിന്റെ എല്ലാത്തിനുമുള്ള ഒരു വ്യക്തി എന്നുള്ളത് നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. പക്ഷെ ഇത് നമുക്ക് ഒരു 5-6 ടെസ്റ്റിന്റെ ഒന്നും കാര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജിത്തു ജോസഫ് ഇത് ഇത്രയും ടെസ്റ്റ് കൊടുത്ത് ഒരു ക്ലൈമാക്സ് ആണെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് അല്ല അടുത്തത് അങ്ങനെ 3 ആളെണ്ണം കൊണ്ടുവരുന്നുണ്ട്. അത് ഒഴിവാക്കിയിട്ട് കുറച്ച് നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്നായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഒന്നുകൂടി നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമായിട്ടാണ് മിറാജ് എന്ന് പറയുന്ന സിനിമ എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ ഈ 2.5 മണിക്കൂറും വലിച്ചു നീട്ടി വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ ഒരു 5-6 ടെസ്റ്റിലൂടെ അവസാനിപ്പിച്ച കാരണം കൊണ്ടാണ് എനിക്ക് ഈ പടത്തിനോട് അത്രയും വലിയ ഒരു ഇത് തോന്നാത്തത്. അതല്ലാണ്ട് വളരെ കുറച്ച് രീതിയിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പടം നല്ലതായിരുന്നു. എന്തായാലും ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ എന്തായാലും ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ, മിറാജ് എന്ന് പറയുന്ന ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.